അപ്പൊ ഇന്ന് നമ്മ വന്നിട്ടുള്ളത് ഇത് നമ്മളൊരു സുഹൃത്തിന്റെ വീട് കേട്ടാ. ഈ വീട് പണിതതും ഇതിന്റെ പ്ലാൻ വരച്ചതും എലിവേഷൻ വരച്ചതും കുറ്റിയടിച്ചതും A to Z കാര്യങ്ങൾ ചെയ്തതൊക്കെ നമ്മൾ തന്നെ കേട്ടാ. അപ്പൊ ആ ഒരു സൗഹൃദ ബന്ധത്തിന്റെ പേരിലാണ് ഇപ്പൊ നമ്മ ഒരു കുറ്റി വെക്കാൻ വേണ്ടി ഇവിടെ വന്നിട്ടുള്ളത്. അപ്പൊ ഒരുപാട് ആൾക്കാർ വിളിക്കുന്നുണ്ട്, ഒരുപാട് ആൾക്കാർ സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്, മീഡിയം കിട്ടുമെന്ന് ചോദിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ വെസൽസും കാര്യങ്ങളൊക്കെ എത്രയാണ് വരുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വിളിക്കുക. നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ എന്തായാലും തീർച്ചയായിട്ടും ഞങ്ങൾ അത് അതിനുള്ള പരിഹാരങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്കത് നമ്മൾ ചെയ്തു തരും കേട്ടോ. അപ്പോൾ നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം വിളിക്കുക, നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ മാത്രം വിളിക്കുക. വെറുതെ ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി വിളിക്കരുത്. അപ്പോൾ ഒരുപാട് കോളുകൾ വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയണത്. അപ്പോൾ നമ്മൾ ഇന്ന് സെറ്റ് ചെയ്യാൻ പോണത് ഇന്ന് നമ്മളൊരു സുഹൃത്തിൻ്റെ വീട്ടിൽ തന്നെയാണ്. അപ്പോൾ ഈ വീട് നമ്മൾ പറഞ്ഞ വീട് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ശരിയായിട്ടുള്ള പണി നമുക്ക് കൺസ്ട്രക്ഷൻ വർക്കാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി നമ്മൾ ഫിൽറ്ററിങ്ങിൻ്റെ വയറിങ്ങിൻ്റെ ഒക്കെ പണികൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നും ഇവിടെ വെക്കാൻ പോണ കുറ്റി ഈ ടാറ്റാ സ്റ്റീലിൻ്റെ തന്നെ 1354 കുറ്റിയാണ് നമ്മൾ ഇന്ന് വെക്കണത്. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോകളാണ്. അപ്പോൾ വീഡിയോകൾ നടക്കണതും മറ്റുള്ളതൊന്നും നമ്മൾ ഇതിലിടുന്നില്ല. അപ്പോൾ നമ്മളെ മുമ്പത്തെ വീഡിയോകളെല്ലാം ഡീറ്റെയിൽ അടങ്ങിയതുണ്ട്. അപ്പോൾ വീഡിയോ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ വീഡിയോകൾ കറക്റ്റായിട്ട് നമ്മൾ കാണിച്ചു തരും. ഇവിടെ വെള്ളം ഇവിടെയും വളരെ മോശമാണ് കണ്ട. ഇവിടുത്തെ വെള്ളത്തിൻ്റെ കറ വന്നിട്ടുള്ള ഭാഗമാണ്. മോട്ടറിൽ നിന്ന് ഈ സൈഡൊക്കെ ഉണ്ടാകും മഞ്ഞ കളർ. ടൈലൊക്കെ വളരെ മോശമായി ടൈലൊക്കെ. അപ്പോൾ അങ്ങനത്തെ ഒരു കളർ വെള്ളമാണ്. അപ്പോൾ ചില സമയത്ത് ഇതിൻ്റെ കളർ വളരെ കൂടുതലാണ് മഞ്ഞപ്പ് വരുന്നത്. അപ്പോൾ ഒരുപാട് നാളായി ഇത് നമ്മളോട് ചെയ്യാൻ പറഞ്ഞിട്ട്. അപ്പോൾ ഇപ്പോഴാണ് അതിന് അവസരം കിട്ടിയത്. അപ്പോൾ അതേപോലെ തന്നെ ഇപ്പം ഇടക്കിട്ട് മഞ്ഞപ്പ് കുറവുണ്ട്. ചില സമയത്ത് ഭയങ്കര മഞ്ഞപ്പായിരിക്കും. അപ്പോൾ ഉള്ളിലെ ടൈലും കാര്യങ്ങളൊക്കെ വൃത്തികേടായി. അതേപോലെ തന്നെ അലക്കണ വെള്ള ഡ്രസ്സുകളൊക്കെ വളരെ മോശമായിട്ട് ഉള്ള രീതിയിലാണ് വരുന്നത്. ഇപ്പോൾ സാധാരണ വീടുകളിലൊക്കെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വെക്കണത് ഈ കുറ്റി ഉണ്ടാകും. ഇപ്പോൾ ചെറിയ കുറ്റിയൊന്നും ഇപ്പോൾ ആരും വെക്കണില്ല. ഇപ്പോൾ ഏറ്റവും കൂടുതൽ വെക്കണത് ഇങ്ങനത്തെ കുറ്റികളാണ് വെക്കണത്. അപ്പോൾ പരമാവധി ഇങ്ങനത്തെ കുറ്റികൾ വെക്കാൻ നോക്കാം. നമുക്കൊരു 1000-2000 രൂപയുടെ വ്യത്യാസം മറ്റേ കുറ്റികളുമായിട്ട് ഇതും വരുന്നുള്ളൂ. അപ്പോൾ ഏറ്റവും നല്ലത് ഇത്രയും വലിയ കുറ്റി വെക്കണതാണ്. അപ്പോൾ അത്രയും മീഡിയം ഇതിലുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് മീഡിയം നിറച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചുള്ള ഫിൽറ്ററിങ് കിട്ടും. അപ്പോൾ ഒരുപാട് കാലം കുറച്ച് നാളധികം നമുക്ക് എന്ത് ചെയ്യാം ഇത് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ബാക്കി നമ്മൾക്ക് ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ. പലർക്കും അത് ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് വിളിക്കുന്ന പലരുണ്ട്. അപ്പോൾ അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്മളെ കോൺടാക്ട് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് വല്ല സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാനും വിളിക്കുക. അതേപോലെ മീഡിയം വേണമെങ്കിലും വിളിക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ ഹെഡ് സെറ്റ് ചെയ്യണം. ഹെഡിലേക്ക് വരുന്ന പൈപ്പുകൾ കണക്ട് ചെയ്യണം. ഓക്കെ. അതാണ് ഇനി പണിയുള്ളത് കേട്ടോ. ഓക്കെ. അപ്പോൾ നമ്മളെ ഫിൽറ്ററിൻ്റെ എല്ലാ സെറ്റിങ്ങും കംപ്ലീറ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ നമ്മൾ ആദ്യം അതിലാണ് വന്നിരുന്നത്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് ഇങ്ങോട്ട് നേരെ ഇങ്ങനെ കൊടുത്ത് ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട്. ആയ ബോൾ വാൽവ് കൂടെ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നേരെ ഔട്ടർ ഇങ്ങനെ കൊടുത്ത് നേരെ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ വീട്ടുണ്ടാവും നമ്മളെ മറ്റേ പൈപ്പുകളിലേക്ക് പോകണ കണക്ഷനാണ് ഈ പോണത്. അതിലേക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ് പരിപാടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. വെള്ളത്തിലുള്ള കരിയും മറ്റുള്ള വേസ്റ്റുകളിൽ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കംപ്ലീറ്റ് ക്ലീൻ ആയതിന് ശേഷം നമ്മൾ അടക്കാൻ പാടുള്ളൂ. ഇപ്പോൾ നമ്മൾ ബാക്ക് വാഷിലാണ് ഇട്ടേക്കണത്. ബാക്ക് വാഷിലിട്ടിട്ട് കംപ്ലീറ്റ് ഇതിൻ്റെ പൊടിയും മറ്റുള്ളതൊക്കെ ക്ലീൻ ആക്കണം. തെളിഞ്ഞ് വരുന്നുണ്ട് വെള്ളം. ഈ തെളിഞ്ഞ് വന്നു കഴിഞ്ഞാൽ കുറച്ച് നേരം കൂടി ഇത് വെള്ളം അടിച്ചിടുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്ക് വാഷ് ഓഫ് ചെയ്തിട്ട് റിൻസിലിടുക കേട്ടോ. ഓക്കെ. ആ റിൻസിൽ കുറച്ച് നേരം ഇട്ടതിന് ശേഷം ഫിൽറ്ററിലേക്ക് മാറ്റാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഈ വീട് വന്നിട്ട് 4 വർഷത്തോളമായിട്ടാ. അപ്പോൾ ഈ വീട് പണിതതിന് ശേഷം കുറച്ച് നാളായി വെള്ളത്തിന് കംപ്ലൈൻ്റ് ഒക്കെ പറയുന്നു. അപ്പോൾ വളരെ മഞ്ഞ കളർ വെള്ളമാണ് വന്നുകൊണ്ടിരുന്നിരുന്നത്. ഇപ്പം നമ്മത് ഫിൽറ്റർ ചെയ്തിട്ട് ക്ലിയർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള വീഡിയോകളൊക്കെ ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. ഫേസ്ബുക്കിൽ നോക്കിയാൽ കാണാം. ഇതുപോലുള്ള വീഡിയോകളൊക്കെ കാണാം. യൂട്യൂബിൽ ഞാൻ ഇടാറില്ല. ഇപ്പം ഞാൻ പരിചയപ്പെടുത്തുന്നു. ഇതിപ്പോൾ നമ്മളെ പ്ലാനിൽ 870 സ്ക്വയർ ഫീറ്റ് വീടുണ്ട്. 3 വർഷമായി. ഇന്നിപ്പോൾ ഇതുപോലുള്ളൊരു വീട് പണിതെടുക്കണമെങ്കിൽ ഏകദേശം ചുരുങ്ങിയത് ഒരു 15 ലക്ഷം രൂപയോളം വേണം. അന്നിപ്പോൾ അത്ര ആയിട്ടില്ല. അന്നൊക്കെ മെറ്റീരിയൽസിന് വളരെ കുറവ് പൈസ ഉണ്ടായിരുന്നുള്ളൂ. മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ ഈ നമ്പർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ നമ്പറിൽ വിളിച്ചിട്ട് ആവശ്യമുള്ളവർക്ക് ഫിൽറ്ററിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാനും മേടിക്കാനും ഒക്കെ അത് ഉപയോഗിക്കുക. ആവശ്യമുള്ളവർ മാത്രം. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ മറ്റും ഇനിയും നമുക്ക് കാണാം. അപ്പോൾ അതേപോലെ കൺസ്ട്രക്ഷൻ മേഖലയിലെ പ്രശ്നങ്ങളും കാര്യങ്ങളും അതേപോലെ തന്നെ അറിവുകളൊക്കെ പകരാനായിട്ട് നമ്മൾ ഈ യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ പറയണമായിരിക്കും. അപ്പോൾ ഇനി നമ്മളെ വർക്കുകളൊക്കെ വരുമ്പോൾ അതിൻ്റേതായ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, ഒരു വീട് പണിയുമ്പോൾ ശ്രദ്ധിക്കണം എന്നുള്ളതിൻ്റെ ഒക്കെ വീഡിയോകൾ
ഇനി നമ്മളെ ഈ ചാനലിലൂടെ വരും. നമ്മളെ ശരിക്കുള്ള പരിപാടി ഇതേപോലുള്ള വീടുകൾ പണിത് കൊടുക്കാന്നുള്ളതുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നമ്മ ഒരു 2020 പണിത വീടാണ്. 2020 സ്റ്റാർട്ടിങ് ആയ വീടാണ്. അപ്പോൾ കൊറോണ ടൈമിലാണ് ഈ വീട് പണിയണത്. ഇതിന് 870 സ്ക്വയർ ഫീറ്റിന് വീട്. അപ്പോൾ ഇതിൻ്റെ പ്ലാനൊക്കെ നമ്മൾ ഉണ്ടാക്കി 3 ബെഡ്റൂം, 2 അറ്റാച്ച്ഡ് ബാത്റൂം, ഒരു ബാത്റൂം കോമൺ ആയിട്ട് പുറത്തുനിന്ന് കൊടുത്തേക്കുന്നത്, ഒരു കിച്ചൺ, ഒരു വർക്ക് ഏരിയ, ഒരു സിറ്റ് ഔട്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ കണക്ക് കിട്ടുക. 10-10 2 റൂം, അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കണക്കുകൾ. ഇവിടെ ഒരു ആദ്യം ഒരു ഓടുംപര ആയിരുന്നിട്ട്, ആ ഓടുംപര പൊളിച്ചിട്ട് നമുക്കൊരു കാലിപ്പറമ്പാക്കി തന്നിട്ട് വീട്ടുകാരൻ ഗൾഫിന് പോയി. എന്നിട്ട് നമ്മളോട് പറഞ്ഞ ആ പ്ലാനിൽ അങ്ങോട്ട് പണിതോളാൻ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ അങ്ങോട്ട് പോവുകയും ചെയ്ത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ വിചാരിക്കും ഇത് കോണ്ടാക്ട് എന്നിട്ട് പോയിരുന്നു. ഒരിക്കലും ഇത് കോണ്ടാക്ട് അല്ലാട്ടായിരുന്നു. ഇത് നമ്മൾക്ക് കൂലിക്കാണ് നമ്മൾ ഇത് ചെയ്തിട്ടുള്ളത്, ദിവസക്കൂലിക്ക് ചെയ്തിട്ടുള്ള വീടാണ്. അപ്പോൾ ഇത് നോക്കാനോ പിടിക്കാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിന് നമ്മൾ വിശ്വാസമുള്ളതുകൊണ്ട് ഈ വീട് നമ്മളെ ഏൽപ്പിച്ച് പോയതാണ്. അപ്പോൾ നമ്മൾ പൈസ ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ നമുക്ക് കൊണ്ടുതരും, കല്ലിറക്കാനും മണ്ണിറക്കാനും ഇതിനൊക്കെ. അപ്പം അങ്ങനെ പണിതിട്ടുള്ള ഒരു വീടാണ്. അപ്പോൾ നമ്മളിൽ വിശ്വാസം അർപ്പിച്ച് ചെയ്യിച്ച വീടാണിട്ടത്. ഒരു സാധാരണ ഒരു ഫാമിലിക്ക് ഇപ്പോൾ ഭാര്യയും ഭർത്താവും 2 പെൺകുട്ടികളെന്നുള്ളത്. അപ്പോൾ അവർക്ക് സാധാരണ ഫാമിലിക്കൊക്കെ താമസിക്കാൻ പറ്റിയ ഒരു നല്ല ഒരു വീടും പ്ലാനാണ് ഇത് നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അവിടെ ആ സ്നേഹബന്ധം നിലനിൽക്കുന്നതുകൊണ്ടാണ് നമ്മളിപ്പോൾ അവിടെ ഫിൽറ്റർ വെക്കാൻ വേണ്ടി വന്നേക്കണത്. അപ്പോൾ നമ്മൾ ഫിൽറ്റർ സെറ്റ് ചെയ്ത് കഴിഞ്ഞ്, അപ്പോൾ അതിൻ്റെ വീഡിയോകളൊക്കെ, അപ്പോൾ ഇനിയും ഇതേപോലുള്ള വീഡിയോകളൊക്കെ ഇനി നിങ്ങൾ വരും, നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ല നല്ല വീഡിയോകൾക്കായി വീണ്ടും സപ്പോർട്ട് ചെയ്യുന്ന പ്രതീക്ഷിച്ചുകൊണ്ട് ബൈ.